ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് ഞാനിപ്പോ സിംഗപ്പൂർ എയർപോർട്ടാണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് തന്നെയുള്ള കുറെ ഗാർഡൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ കാക്ടസ് ഗാർഡനിലേക്കാണ് ഇപ്പൊ കയറിയത്. ഇത് ടെർമിനലിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്, ഓപ്പൺ ആണ്, ഫ്രീ ഓഫ് ചാർജ് ആണ്, നമുക്ക് എപ്പോ വേണേലും പോയി കാണാം, അങ്ങനത്തെ രീതിയിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ലേ ഓവർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണാമെന്ന് തീരുമാനിച്ചു. എന്തൊക്കെ നമുക്ക് ഇതിലുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. നമ്മൾ 10 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. നോക്കി, പാം ട്രീസ്, സ്നേക്ക് പ്ലാന്റ്സ് പോലത്തുള്ള പല വിധത്തിൽപ്പെട്ട കാക്ടസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടവും. അപ്പോൾ നമ്മൾ വെറുതെ 10 മണിക്കൂർ ചുമ്മാ അതിൻ്റെ അകത്ത് ഇരിക്കാതെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാർഡൻസ് ആണ് അവർ ഒരുക്കിയേക്കുന്നത്. അത് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലത്തെ ഇത് കണ്ടു, ഇത് ഒറിജിനലും ഉണ്ട്, അല്ലാത്തതുമായിട്ടുള്ളതാണ്. അടുത്ത ഗാർഡൻ ആണിത്, വാട്ടർ ലില്ലി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ആമ്പല്, താമര, അങ്ങനെയുള്ള ലില്ലീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതൊരു ഓപ്പൺ ഗാർഡൻ ആണ്. ഓപ്പൺ ഗാർഡന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ആൾക്കാർ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ച് കണ്ടത്. അവിടെ ഒരാള് ഇരിക്കുന്നുണ്ടായിരുന്നു സ്മോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നല്ല രസമാണ്, ഫോട്ടോസ് ഒക്കെ എടുക്കാനും നല്ലതാണ്. നമുക്കിപ്പോ അയാളിതില്ലേ അവിടെ ഒളിച്ചിരുന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് ഈ ഗാർഡൻസ് ഒക്കെ കാണാൻ. അടുത്ത ഗാർഡൻ ആണ് ഇത്, ചാങ്കി ഓർക്കിഡ് ഗാർഡൻ എന്നാണ്. ചാങ്കി എന്ന് പറഞ്ഞാണ് ഈ സിംഗപ്പൂർ എയർപോർട്ടിന്റെ പേര്, ചാങ്കി എയർപോർട്ട് എന്നാണ്. അപ്പോ ഇതില് എയർപോർട്ടിലുള്ള ഓർക്കിഡ് ഗാർഡൻ ആണ് അടുത്ത ഗാർഡൻ. കണ്ടോ, ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന്, പക്ഷെ അല്ല, ഇതെല്ലാം ഒറിജിനൽ ആണ്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് കാണാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ടൈപ്പ് ഓഫ് ഓർക്കിഡ്സും അവിടെ ഞാൻ കണ്ടായിരുന്നു, അല്ലാത്ത രീതിയിലുള്ളതും കണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കാണാത്തൊക്കെ അതൊക്കെ കണ്ട പ്ലാസ്റ്റിക് ആണെന്ന്, പക്ഷെ അല്ല. അടുത്തത് ഇവിടെ ഉള്ളത് കോയി പോണ്ടാണ്. കോയി പോണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫിഷിന്റെ പേരാണ് കോയി. ചൈനീസുകാരുടെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫിഷാണത്. കോയിൻസ് ഒക്കെ ഇട്ട് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കാര്യം അവർക്ക് വെൽത്ത്, അബൻഡൻസ് എല്ലാം കിട്ടാനായിട്ട് ഈ ഫിഷിനെ അവർ വളർത്തും. മിക്ക അപ്പാർട്ട്മെന്റ്സിലും എല്ലായിടത്തും കാണും. ഇത് അവര് സെറ്റ് ചെയ്യാണ്. ഞാനിപ്പോ ആ ആളോട്, അവിടുത്തെ വർക്കറാണ്, ഞാൻ ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇത് മന്ത്ലി ആണ് സെറ്റ് ചെയ്യുന്നത്. മന്ത്ലി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഡിസൈൻസ്. മൊസൈക്ക് പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇനിയാണ് ഇവിടുത്തെ ജ്വൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ജ്വല്ല് കാണാനായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വിസ ഇല്ല. ഇതാണ് ജ്വല്ലിന്റെ ഇൻസൈഡ് നമ്മൾ കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഒരു വാട്ടർഫോള് പോലെ ഉണ്ട്, ഇൻഫിനിറ്റി ഫോളോ, ഇൻഫിനിറ്റി പൂളോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത്. എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് ഔട്ട്സൈഡ് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ട്രെയിനിന്റെ ഇൻസൈഡ് നിന്ന് തന്നെ കണ്ട വ്യൂസ് ആണിത്. എനിക്ക് അത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഭംഗിയാണ്, മിസ് ചെയ്യരുത് ഇവിടെ പോയാലിത്. അപ്പൊ എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.